എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ, ആ ചോദ്യം വിലയിരുത്താൻ നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന രണ്ട് മുന്നണികളിലായിട്ട് നിൽക്കുന്ന പാർട്ടികൾ, ആ പാർട്ടികൾ അതിന് സന്നദ്ധരാകേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ കാതലായിട്ടുള്ള പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉയർത്തപ്പെട്ടിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ പ്രവർത്തിക്കുന്നത്, ആ ലക്ഷ്യം അവർ നിറവേറ്റുന്നതിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ, പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് പരാജയപ്പെടുന്നു? വികസനത്തിന്റെ മുരടിപ്പിനെ കുറിച്ച് കേരളത്തിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ആ വികസനത്തിന്റെ മുരടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരാജയം, ആ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം ഏതാണ്ട് എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി അടക്കം എത്തിച്ചേരുന്ന നിഗമനം. ഈ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ വികസനമാണ് അതിന്റെ പ്രധാനപ്പെട്ട അജണ്ടയെങ്കിലും കേരളത്തെ സംബന്ധിച്ചോളം കേരളമാണ് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സ്വതന്ത്ര ചിഹ്നത്തിലാണ് എല്ലാവരും മത്സരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നം അലോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരേയൊരു സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായും അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാണ്. 4.5 കൊല്ലമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിന്റെ 4.5 കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഈ സർക്കാരിന്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ സോളാർ അഴിമതി കേരളത്തെ മുഴുവൻ തന്നെ പിടിച്ചുകുലുക്കിയ വിഷയമായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരും UDFിലെ നേതാക്കന്മാരുമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരുന്നത് എന്ന് അന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സമരം നടത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട് ഇടക്ക് വെച്ച് പിൻവാങ്ങിപ്പോന്ന നാണക്കേടുണ്ടാക്കിയ ഒരു ചരിത്രവും അതിലുണ്ട്. പക്ഷെ ആ സോളാർ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതിനുശേഷം ബാർക്കോഴ എന്നുള്ള വിഷയം കേരളത്തിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ 5 കൊല്ലത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ 5 കൊല്ലം ഭരിക്കും, അതെല്ലാവർക്കും അറിയാം, കൂറുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ. പക്ഷെ ആ 5 കൊല്ലക്കാലത്തിനിടയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് സർക്കാർ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് തുറന്നു കാണിക്കാനാണ്. പക്ഷെ അതിന്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് നടക്കേണ്ടത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇടക്കാലത്ത് ഉന്നയിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് വിധിയെഴുത്തിന്റെ ഘട്ടത്തിൽ ആ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്നത്. 5 കൊല്ലക്കാലം അവർ എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചോ ആ വിഷയങ്ങൾ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിന്റെ ഘട്ടത്തിൽ ഉന്നയിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി താല്പര്യപ്പെടുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ സർക്കാരിന്റെ വിലയിരുത്തലാണ്. ഇതെന്റെ സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ ധൈര്യം കൊടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെതിരായിട്ട് ഒരാരോപണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിന്റെ ഘട്ടത്തിൽ കോൺഗ്രസിനെതിരായിട്ട് വിധിയെഴുതാൻ ജനങ്ങളോട് ആവശ്യപ്പെടാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറല്ല എന്നുള്ള ഒരു അപഹാസ്യമായിട്ടുള്ള സാഹചര്യം, ആ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, കേരളത്തിൽ ഇരു മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു മൂന്നാം മുന്നണി
ഏറ്റവും താഴെത്തട്ടിൽ നിലവിൽ വന്നിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടി 140-ൽ 130-ലധികം സീറ്റുകളിലും 138 സീറ്റുകളിലൊക്കെ ഇതിനു മുൻപും മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ആ തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ ചെറിയ ചില പാർട്ടികളൊക്കെ കൂടെ കൂട്ടിയിട്ട് മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഏതാണ്ട് 90%-ലധികം സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയുടെ സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളോ അല്ലെങ്കിൽ പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രന്മാരോ ഒക്കെയായിട്ട് ഈ രണ്ട് മുന്നണികൾക്കും ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും പഴയ കണക്ക് കൂട്ടുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ. മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പിലും പല കണക്കുകൾ കൂട്ടാറുണ്ട്. ഫലം വന്നു കഴിഞ്ഞാൽ ആ കണക്കൊക്കെ തെറ്റിപ്പോകാറുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു എന്ന് കേട്ടു, മൂന്നാം മുന്നണി തുടക്കത്തിലെ പാളിപ്പോയി 30% സീറ്റിലും മൂന്നാം മുന്നണിയേ ഉള്ളൂ. അതിനർത്ഥം അദ്ദേഹം പണ്ട് അവരുടെ വോട്ട് കണക്ക് കൂട്ടാൻ വേണ്ടി നിയോഗിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കുന്നു എന്നുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം കണക്ക് കൂട്ടാനും വെച്ചിട്ടുള്ളത്. ആ കണക്ക് കൂട്ടുന്ന ആളുകളെ ദയവ് ചെയ്ത് അദ്ദേഹം AKG സെന്ററിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് പുതിയ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്ക് അദ്ദേഹത്തിന് കിട്ടും. മൂന്നാം മുന്നണി എന്ന് പറയുന്ന ഇരു മുന്നണികൾക്കും എതിരായിട്ടുള്ള ഏറ്റവും പ്രാദേശിക തലത്തിൽ, ജനകീയ തലത്തിലുള്ള ഒരു ശക്തമായ മുന്നേറ്റം, ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രംഗത്ത് വരികയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കഴിഞ്ഞ 40 കൊല്ലക്കാലമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക, മാറി മാറി. ഈ 40 കൊല്ലക്കാലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ, കേരളത്തിലുണ്ടായിട്ടുള്ള പുരോഗതി, ആ പുരോഗതി ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഗുണം ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കണം, ആ ജനവിഭാഗങ്ങൾക്ക് വികസനത്തിന്റെ ഗുണങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതിന് പിന്തുണ നൽകുന്ന നിലപാടുമായിട്ടാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ SNDP യോഗം മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി SNDPയുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. നിരവധി സ്ഥലങ്ങളിൽ SNDPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഭാരതീയ ജനതാ പാർട്ടി പിന്തുണക്കുന്നു. SNDPയുടെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗം സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെയും പിന്തുണയ്ക്കുന്നു. ഇത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്ന ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനം ഇന്ന് കേരളത്തിൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് CPMനെയും കോൺഗ്രസിനെയും വളരെയധികം പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോ കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത് ഒരു കാരണവശാലും BJP നേട്ടമുണ്ടാക്കരുത്, കോൺഗ്രസുകാർ വീണ്ടും ഭരണത്തിൽ വരുന്നുണ്ടെങ്കിൽ വിരോധമില്ല. ഇത് പുതിയൊരു തന്ത്രമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പയറ്റിയിട്ടുള്ള തന്ത്രമാണ്. നേമത്ത് തന്നെ അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീമാൻ രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്, BJP ജയിക്കുന്നതിന് പകരം CPM ജയിക്കുന്നതാണ് ഞങ്ങൾ അഭികാമ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് BJP ഒരു കാരണവശാലും ജയിക്കരുത്, CPM വേണമെങ്കിൽ ജയിച്ചോട്ടെ. CPM ഇന്ന് അതിന് പകരം BJP ഒരു കാരണവശാലും ജയിക്കരുത്, വേണമെങ്കിൽ കോൺഗ്രസ് തുടർന്നോട്ടെ. കോൺഗ്രസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള CPM നടത്തുന്ന ശ്രമങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള SNDPയുടെ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ പിന്നിൽ. കാരണം ഒരാരോപണം ഉന്നയിച്ചു,
അത് എവിടെ എത്തിയില്ല. വീണ്ടും അടുത്ത ആരോപണം ഉന്നയിച്ചു, എവിടെ എത്തിയില്ല. വീണ്ടും അടുത്ത ആരോപണം ഉന്നയിച്ചു, എവിടെ എത്തിയില്ല. നാലാമത്തെ ആരോപണം ഉന്നയിച്ചിട്ട് ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിൽ ഒരെണ്ണം പോലും വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കാൻ സാധിക്കാതിരിക്കുക, അടുത്ത ആരോപണത്തിലേക്ക് കടക്കുക, ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ, വികസനത്തിന്റെ പ്രശ്നങ്ങൾ, അഴിമതിയുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ മുഴുവൻ തന്നെ മറച്ചുവെച്ചുകൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയെയും സഖ്യകക്ഷികളെയും പ്രതിരോധത്തിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമം, ആ ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്.